കണ്ടതും അറിഞ്ഞതും. ഒരിക്കൽ ഒരു ഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. മഹാമടിയനായിരുന്നു ശിഷ്യൻ. അവനെ കാട് കാണിച്ചു കൊടുത്ത് പല പുതിയ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനാണ് ഗുരു ഒപ്പം കൂട്ടിയത്. അങ്ങനെ നടക്കുമ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. ഒരു ഗുഹയുടെ മുന്നിൽ ക്ഷീണിച്ചവശനായ ഒരു സിംഹം കിടക്കുന്നു. അത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായെന്ന് കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് ഇവിടെ ഒരിടത്തിരുന്ന് ആ സിംഹത്തിൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് നോക്കാം, ഗുരു പറഞ്ഞു. അവർ രണ്ടാളും ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞിരുന്ന് സിംഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുറുക്കൻ ഗുഹയ്ക്ക് മുന്നിലൂടെ പോയി. അവശനായി കിടക്കുന്ന സിംഹത്തെ കുറുക്കനും കണ്ടു. കുറച്ചു നേരം എന്തോ ആലോചിച്ച് നിന്നിട്ട് കുറുക്കൻ വന്ന വഴി മടങ്ങിപ്പോയി. എന്താണ് കുറുക്കൻ മടങ്ങിപ്പോയത്? ശിഷ്യൻ ചോദിച്ചു. മൃഗങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും മനുഷ്യന് ഏറെ പഠിക്കാനുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, ഗുരു പറഞ്ഞു. അപ്പോഴേക്കും നേരത്തെ കണ്ട കുറുക്കൻ മടങ്ങിയെത്തിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ വായിൽ വലിയൊരു ഇറച്ചിത്തുണ്ടുമുണ്ടായിരുന്നു. ഇറച്ചിത്തുണ്ട് സിംഹത്തിൻ്റെ മുന്നിലിട്ട് കൊടുത്തിട്ട് കുറുക്കൻ സ്ഥലം വിട്ടു. സിംഹമാകട്ടെ സന്തോഷത്തോടെ തനിക്ക് കിട്ടിയ ഭക്ഷണം വെട്ടിവിഴുങ്ങാൻ തുടങ്ങി. ഈ കാഴ്ചയിൽ നിന്ന് നമുക്ക് നല്ലൊരു പാഠം പഠിക്കാൻ കഴിഞ്ഞില്ലേ? ഗുരു ചോദിച്ചു. തീർച്ചയായും, ശിഷ്യൻ പറഞ്ഞു. നമ്മൾ വെറുതെ വീട്ടിലിരുന്നാലും കിട്ടാനുള്ള ഭക്ഷണം നമ്മുടെ മുന്നിൽ വരും എന്നെനിക്ക് മനസ്സിലായി. ഗുരു അവൻ്റെ ചെവിക്ക് പിടിച്ച് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. വിഡ്ഢി, അങ്ങനെയല്ല. മറ്റൊരാൾ വിശന്നിരിക്കുന്നത് കണ്ടപ്പോൾ ദയ തോന്നി ആ കുറുക്കൻ ഭക്ഷണം കണ്ടെത്തി കൊണ്ടുവന്ന് കൊടുത്തത് കണ്ടില്ലേ? നീ അത് കണ്ട് പഠിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോഴാണ് ശിഷ്യൻ കുറുക്കൻ ചെയ്ത പ്രവൃത്തിയുടെ മഹത്വത്തെപ്പറ്റി ചിന്തിച്ചത്. അവൻ ഗുരുവിൻ്റെ പാദങ്ങൾ നമസ്കരിച്ചു. സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച സ്വർണജാലകമുള്ള വീട് എന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തത്.